ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1463 ദിവസമായി ഇന്ന് 2025 മെയ് മാസം 17 ശനിയാഴ്ച, 1200 ആണ്ട് ഇടവമാസം 3 ഗുരുവചനങ്ങളിലൂടെ. സന്യാസി എന്നാൽ പരോപകാരി, ത്യാഗി, സ്വാർത്ഥം വെടിഞ്ഞ് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യുന്നവർ സന്യാസിമാരാണ്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ ഭൂതകാലത്തിൽ നിന്നും ഭവിഷ്യത്തിലേക്ക് എന്ന് വിവരിക്കുന്നതിൻ്റെ 9ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഗുരുവിൻ്റെ ആധ്യാത്മിക ജീവിതം സ്വധർമ്മ നിർവഹണത്തിനൊരിക്കലും ഒരു തടസ്സമായിരുന്നില്ല. അരുവിപ്പുറത്ത് തപസ് ചെയ്തിരുന്ന കാലത്തും ഗൂഢാവബോധത്തിൻ്റെ നവ്യാനുഭൂതികൾ തൻ്റെ ജീവിതസരണിയെ അത്യന്തം ദുർഘടമാക്കിയിരുന്നപ്പോഴും ജിജ്ഞാസുക്കൾക്ക് ശിക്ഷണം നൽകുന്നതിന് അവിടത്തേക്ക് സഹജമായിട്ടുള്ള താല്പര്യം ഒട്ടും മങ്ങിയിരുന്നില്ല. അധ്യയനം ചെയ്യിക്കുക എന്നത് ഗുരുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം നീണ്ടുനിന്ന പ്രധാനമായ താല്പര്യമായിരുന്നു. ഗുരു എവിടെയായിരുന്നെങ്കിലും അവിടെയെല്ലാം ജിജ്ഞാസുക്കളായ യുവാക്കന്മാർ ശ്രദ്ധാപൂർവം പാദാന്തികത്തിലിരുന്ന് ഏതെങ്കിലും ഗഹനമായ ഗ്രന്ഥങ്ങൾ ഉരുവിടുന്നതും അവയുടെ സാരാംശം അറിവാനായി ഗുരുവിനോട് അപേക്ഷിക്കുന്നതും പതിവായിരുന്നു. അവിടുത്തെ ധ്യാനലീന ലയമാർന്ന മനസ്സിൻ്റെ കോണിൽ നിന്നും അനുദ്യോഗകരമായി വന്നുകൊണ്ടിരുന്ന സാന്ദ്രമധുര മർമ്മരങ്ങൾ എപ്പോഴും പുതിയ വെളിച്ചം പരത്തുന്ന ഏറ്റവും പുതിയ ആശയങ്ങളായിട്ടാണ് അവയെ ആസ്വദിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ധന്യാത്മാക്കൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവിടുത്തെ മനസ്സിൽ സദാ വിളയാടിക്കൊണ്ടിരുന്ന ബുദ്ധിപരമായ ഒരു ഉണർവ് ശിഷ്യന്മാർക്കും അനുഭവപ്പെട്ടിരുന്നു. ഈ സൂക്ഷ്മമായ സ്വാധീനം അനേകം യുവാക്കന്മാർക്ക് ജീവിതത്തിൻ്റെ നൂതന പഥങ്ങളിൽ വിശ്വാസപൂർവം മുന്നേറുവാനുള്ള ധീരതയാർജിച്ചു കൊടുത്തു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്.